സംഭവം നമ്മൾ ആരും മറന്നു കാണാനിടയില്ല. ഈ അടുത്തുണ്ടായതാണ്. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അക്യൂബ് സുഹൈൽ എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ തൻ്റെ കക്ഷിക്കായി വാഹനം വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തരവ് സമ്പാദിച്ചാണ് ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് അദ്ദേഹം കുറേ സമയം കാത്തിരിക്കുന്നു. പക്ഷേ വാഹനം വിട്ടുകൊടുക്കുന്ന നടപടികളിലേക്കൊന്നും അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ എത്തുന്നില്ല. അങ്ങനെ അവസാനം ഈ SIയോട് എന്താണ് തൻ്റെ വാഹനം വിട്ടു നൽകാത്തതെന്ന് ചോദിക്കുകയും അതിനുശേഷം രണ്ടു പേർക്കുമിടയിൽ അതൊരു വലിയ തർക്കമായി മാറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഈ സംഭവം കോടതി കയറി. ആദ്യം പോലീസ് ഈ അക്യൂബ് സുഹൈലിനെതിരെ കേസെടുത്തു. 2 കേസുകളാണ് എടുത്തത്. ഒന്ന് ഈ പറയുന്ന ആലത്തൂർ പോലീസാണ് എടുത്തത്. അത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തൻ്റെ കൃത്യനിർവഹണം ഈ വക്കീൽ തടസ്സപ്പെടുത്തിയെന്നാണ്. അതിനുശേഷം ചിറ്റൂരിലും സമാനമായ രീതിയിലൊരു കേസെടുക്കുന്നു. ചിറ്റൂർ കോടതിയിൽ വെച്ചും ഇരുവരും, അതായത് അഭിഭാഷകനും പോലീസും തമ്മിൽ വാക്കേറ്റം ഉണ്ടായെന്നും അത് സംബന്ധിച്ചൊരു കേസും അവിടെയും രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷേ അതിനുശേഷം അക്യൂബ് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. അവിടെ പോലീസ് ഉത്തരമില്ലാതെ നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. DGPയെ ഹൈക്കോടതിയിൽ വിളിച്ചു വരുത്തി. DGP പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥനെതിരെ SIക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്, അദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ കൂടുതൽ പരിശോധിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ വകുപ്പ് തല നടപടി സ്വീകരിക്കുമെന്നാണ് DGP അന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. അവിടെ തൊട്ട് പോലീസിനെ ഈ ഒരു കേസിൽ ഹൈക്കോടതിയോട് പറയാൻ മറ്റൊന്നും വാദങ്ങളില്ലാത്തൊരവസ്ഥ വരികയും ആണുണ്ടായത്. ഇതിൽ അക്യൂബ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് താൻ അവിടെ ചെന്നത് ഒരു കോടതി ഉത്തരവുമായിട്ടാണ്. ഒരു വാഹനം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവ്. അത് എന്തുമായിക്കൊള്ളട്ടെ, അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് അനുസരിക്കേണ്ട ബാധ്യതയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ അതിന് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അവർ തനിക്കെതിരെ ഫയൽ ചെയ്ത കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറയുന്ന കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ് അക്യൂബിൻ്റെ പ്രധാനപ്പെട്ട വാദം. അതുമാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കൃത്യമായ രേഖകളോടെ ചെന്ന ഒരു അഭിഭാഷകനോടാണ് പോലീസ് മോശമായി പെരുമാറിയതെന്നാണ്. ഈ ഉദ്യോഗസ്ഥനെതിരെ ഇതിനു മുൻപും സമാനമായ പരാതികൾ നിൽക്കുന്നുണ്ട്. പലതും നിയമപരമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്.